നമസ്തേ, അനുഗ്രഹം ചാനലിലേക്ക് സ്വാഗതം. തോന്നുന്നില്ലേ? മാലകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ? ആരെങ്കിലും ചെയ്യുന്നതായിട്ടൊന്നും ആരൊന്നും പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും അഭിപ്രായം പറയൂ, എന്തെങ്കിലും ചെയ്യാനുണ്ടോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുമോ? ആരൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഒരു പിരിഞ്ഞ് നിൽക്കുന്ന മാതിരി തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു പിങ്ക് മാലയാണ് ചെയ്തത്. അപ്പോൾ അത് ഇത്രയും ചെയ്ത മാലകളിൽ എങ്ങനെ ഒട്ടിക്കുന്നു എന്നുള്ള ആർക്കും അറിയില്ല. അതെല്ലാം ഞാൻ കാണിച്ചിട്ടില്ല എന്ന് എനിക്കൊരു സംശയം ഉണ്ടായി. അതുകൊണ്ട് ഞാനിപ്പോൾ ഒട്ടിക്കുന്നതും എങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ത്രെഡ് മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒട്ടിച്ച് മാല ഉറപ്പിക്കുന്ന ഇതാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തുടക്കം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വട്ടക്കണ്ണിയിലും കുളത്തിലുമാണല്ലോ തുടങ്ങുന്ന. കുളത്തിൻ്റെ വട്ടക്കണ്ണിയിൽ അവസാനിപ്പിക്കുന്നത് വേറൊരു നമ്മൾ ജോയിൻ ചെയ്യുന്ന വട്ടക്കണ്ണിയിൽ. അത് നൂല് എത്ര നൂലാണ്? ഇതിപ്പോൾ ഞാൻ 3 നൂലിൽ ചെയ്ത വർക്കാണ്. ആദ്യം ഒരു നൂലിൽ പിങ്കും ചക്കിരിയും ഇവിടെ കലർത്തി കോർത്ത് ഒരു നിശ്ചിത രണ്ട് സൈഡിൽ ഒരേ അളവ് വരുന്ന വിധത്തിൽ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടാണ് പിങ്ക് നടുക്ക് ലോക്കറ്റ് പിടിപ്പിച്ചത്. പിന്നെ അതിന് ശേഷം അത് ടൈറ്റാക്കി എല്ലാം ശരിയാക്കി കെട്ടി ടൈറ്റാക്കി ഇപ്പുറത്തും ശരിയായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് കുറച്ച് ലെങ്ത്തുള്ള മാല ആയതുകൊണ്ട് ഞാൻ ഓരോ സൈഡിലും 3 വീതം അങ്ങനെയാണ് ചെയ്തത്. ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് മറ്റേ സൈഡ് ചെയ്തത്. കുറച്ച് ലെങ്ത്തുള്ള മാലയാണ്. അപ്പം അത് 3 നൂലിലാണ് ചെയ്തത്, 3 സൂചിയിൽ. അത് ആദ്യം 1 ചെയ്തു, പിന്നെ 2 എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അങ്ങനെ ചെയ്തിട്ടാണ്. അത് ഇന്നലെ കാണിച്ചതിനേക്കാളും ചക്കിരി ആ സൈഡിലുള്ള ചക്കിരി വെക്കാതെ ആവുമ്പോൾ അതൊരു പിരിമാല പോലെ പിരിഞ്ഞ് നിൽക്കുന്ന പോലുള്ള മാലയായിട്ട് രൂപാന്തരം പ്രാപിക്കും. അതല്ലാത്ത പക്ഷം പരന്ന് തന്നെ നിൽക്കുള്ളൂ. പരന്നാണ് മതിയെങ്കിൽ ഇതിനെയും അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല. അപ്പോൾ ഇത് ആർക്കും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏത് മാല ചെയ്യുമ്പോഴും ഒട്ടിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ 3 നൂലും കെട്ടി നന്നായി ടൈറ്റാക്കിയിട്ട് ആ നൂല് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളയുമ്പോൾ മുഴുവൻ കളയരുത്. ഒരു 1 സെൻറ്റിമീറ്ററിൻ്റെ അത്രയെങ്കിലും നൂലവിടെ ബാക്കി വേണം. അപ്പോൾ ഒട്ടിച്ചിട്ട് അത് അവിടെ പിരിച്ചിട്ട് വെക്കണം. പിരിച്ച് വെച്ചിട്ട് പിന്നെ ഒന്നും കൂടി നന്നായി പിരിച്ച് വെച്ചിട്ട് കുറച്ചാദ്യം ഗമ്മാക്കിയിട്ട് വേണം പിരിച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് നല്ല ടൈറ്റായി നിൽക്കും. പിന്നെ അതൊരു മുത്ത് നിൽക്കുന്ന പോലെ ഒരു ഫീലേ ഉള്ളത്. അപ്പോൾ അത് മറച്ച് വെക്കണമെങ്കിൽ മറച്ച് വെക്കാം, അല്ലെങ്കിൽ ചക്കിരി വെച്ചിട്ട് അത് ഗോൾഡാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഗമ്മ് പുരട്ടണം. അപ്പോൾ അത് 2 സൈഡിൽ ലോക്കറ്റിൻ്റെ അവിടെ നമ്മൾ 2 സൈഡിൽ യോജിപ്പിച്ചിട്ടില്ല, അവിടെയും ഗമ്മ് പുരട്ടണം. ആദ്യം 1 പ്രാവശ്യം പുരട്ടി 1 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് നല്ലോണം ഒട്ടിച്ച്. ഇത് വിരലിലായാലൊന്നും ഒട്ടാത്ത ടൈപ്പ് പക്ഷേയാണ്. എന്നാലും നമ്മൾ വിരലുകളിലായത് മുത്തിൻ്റെ മേലെയും മാലയുടെ മേലെയും ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ നൂല് കെട്ടുമ്പോഴും നൂലിൻ്റെ ഉള്ളിൽ കൂടി പിരിഞ്ഞ് പോകാതിരിക്കാൻ നൂല് കട്ട് ചെയ്ത് മാറ്റേണ്ട അവസ്ഥ വരാൻ പാടില്ല. ഒരു കാരണവശാലും നൂലിടക്ക് ജോയിൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ ആ മാല വേഗം പൊട്ടിപ്പോകും. എടുത്ത നൂല് കംപ്ലീറ്റ്ലി ചെയ്യുന്ന വിധത്തിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നല്ലപോലെ ഒരു തവണ ഗമ്മ് പുരട്ടി അത് ഉണങ്ങി അത് നല്ലപോലെ ഒട്ടിച്ച് നിർത്തി കഴിഞ്ഞാൽ 2ാമത്തെ തവണയും ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ചക്കിരി വെച്ച് ഒട്ടിക്കാവുന്നതാണ്. ഈ കയ്യിൽ ഒട്ടിയാലൊന്നും പ്രശ്നമില്ലാത്തതാണ്. നമുക്ക് വേഗം തുടച്ചാൽ പോകുന്നതാണ്. ഒരു ടവൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കൈ തുടച്ചിട്ട് വൃത്തിയാക്കേണ്ടതാണ്. പിന്നെ ലോക്കറ്റ് നമുക്ക് ഇഷ്ടമുള്ള ലോക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. കമ്മൽ കൂടെയുള്ള ലോക്കറ്റ് വാങ്ങാൻ കിട്ടും, സെറ്റായിട്ടുള്ളത്. അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഒരു ലെയർ ഇതിട്ട് പിരിച്ചത് ഞാൻ പറഞ്ഞില്ല 2 തവണ ചെയ്തിട്ടാണ് 3 മുത്ത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടി ജോയിൻ ചെയ്തത്. ക്രീം മുത്ത്, വെള്ള പോലെ തോന്നുന്നത് ഒരു ലൈറ്റ് ക്രീം മുത്താണ്. അങ്ങനെ പിരിച്ചാണത് ചെയ്തത്. അത് അവസാനം ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ടൈറ്റാക്കുമ്പോൾ അതിങ്ങനെ പിരിഞ്ഞ് നിൽക്കും. പിന്നെ വേറെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഇനിയിപ്പോൾ നൂലും ഇതും വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നൂലിൻ്റെ ഉള്ളിൽ കയറി പോകാതിരിക്കാനും നല്ലപോലെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് 2 നൂലിനെ ഒരു നൂലിൻ്റെ ഒരു മുത്തിൻ്റെ ഉള്ളിൽ കൂടി കടത്തുമ്പോഴൊക്കെ ആ ത്രെഡ് ആദ്യമേ ഉണ്ടായ ത്രെഡിൽ ഒരു കാരണത്താലും ടച്ച് ചെയ്യരുത്. അപ്പോൾ അത് കുരുങ്ങിപ്പോവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ
മാല നന്നായി ചെയ്യാൻ പറ്റും. പിന്നെ അത് ചക്കിരി വെച്ചിട്ടൊന്ന് എന്തുണ്ടെങ്കിലും അമർത്തി കത്രികൻ്റെ എന്തെങ്കിലും പിന്നെ കുറച്ച് നേരം അതങ്ങനെ അനക്കാതെ ഒരു 2-3 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും. പിന്നെ അത് എടുത്ത് വെക്കാവുന്ന. എടുത്ത് സൂക്ഷിക്കുമ്പോഴും നന്നായി സൂക്ഷിക്കുക. എവിടെയും പോകുമ്പോൾ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ കൊണ്ടൊക്കെ തുടച്ചിട്ട് നല്ലപോലെ വേർപ്പൊക്കെ തുടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. പൊട്ടിയൊന്നും പോകില്ല. പിന്നെ കുട്ടികളെയൊക്കെ എടുത്തിട്ട് ഇടുമ്പോൾ കുട്ടികൾ വലിച്ചു കഴിഞ്ഞാൽ അത് ഗോൾഡായാലും പൊട്ടുമല്ലോ. ഇത് തന്നെ ഗോൾഡിലും ചെയ്യാൻ പറ്റും. നല്ല മുത്തുകൾ വാങ്ങിയിട്ട് ഗോൾഡിലും ചെയ്യാൻ പറ്റും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിഷ്ടത്തിനുള്ള ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവർക്കും പുതുമയാണല്ലോ. ഇപ്പം സ്വർണ്ണത്തിന് ഇത്രയും വില കൂടുന്ന സമയത്ത് പുതുമയുള്ള ആഭരണങ്ങൾ ധരിക്കാൻ പറ്റും. ഡാൻസ് ചെയ്യുന്ന കുട്ടികൾക്ക് പറ്റും. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. നല്ല നല്ല ഡിസൈൻ ഇനിയും ചെയ്യാൻ കാണിച്ചു തരാനും എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും ചെയ്യുക, എല്ലാവരും കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്നിട്ട് 2 നമ്പർ കൊടുക്കുന്നുണ്ടോ, അതിൽ വാട്സപ്പിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയങ്ങൾ പറഞ്ഞു തരുന്നതാണ്. പിന്നെ സാധനങ്ങൾ എവിടെ കിട്ടുമെന്നുള്ളതും എല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആരും ചോദിക്കാതിരിക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും പറയണം. നമുക്കൊരു പ്രോത്സാഹനം തരണം എല്ലാവരും. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനിയും അടുത്ത മാലയിലുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.